ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിലെ ഏറ്റവും മികച്ച ഒരു സർവീസായ ഗ്രൂപ്പ് ബി സർവീസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയാണ്. സോ ഗ്രൂപ്പ് ബി സർവീസിലേക്ക് മേജർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ 2 എക്സാം വഴി, അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനും കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷനും വഴിയാണ് മേജർ റിക്രൂട്ട്മെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റിലേക്കുള്ള മേജർ റിക്രൂട്ട്മെൻറ്റും നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരുള്ള മേജർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, അപ്പം ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം 2 ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. മേജറായിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് എന്തൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ PGക്ക് പോകണോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് സെലക്ട് ചെയ്യണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ PGക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റ് എടുക്കണം. നെറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ റിസർച്ച് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡിലേക്ക് തിരിഞ്ഞു പോകണം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ആദ്യത്തെ ഓപ്ഷനിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ PG എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവർ ആയിരിക്കണം നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളത്, നെറ്റ് കിട്ടുമെന്നുള്ളത്, ഓർ നിങ്ങൾ ആ സബ്ജക്റ്റിൽ അത്രയും തൽപരരായിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതെടുത്തിട്ട് മുന്നോട്ട് പോകാവൂ. തൽപരരായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതെടുത്ത് മുന്നോട്ട് പോകണം. നിങ്ങൾ റിസർച്ച് ഫീൽഡിലേക്ക് പോയിട്ട് പുതിയൊരു ഇന്ത്യയെ സൃഷ്ടിക്കുകയൊക്കെ വേണം. എന്നാൽ നിങ്ങൾക്ക് വെറുതെ PG കഴിയണം, വെറുതെ ഒരു PG എടുക്കണം എന്നുള്ള ലക്ഷ്യമാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ആകെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ 2-2.5 കൊല്ലം വേസ്റ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ 2-2.5 കൊല്ലം കോമ്പറ്റീഷനിൽ നിന്ന് പിറകോട്ടാവും. ഓരോ വർഷവും കോമ്പറ്റീഷന് 1 ലക്ഷം പുതിയ ആൾക്കാർ വെച്ചിട്ടാണ് കൂടി വരുന്നത്. അപ്പം 2 വർഷം നിങ്ങൾ കഴിഞ്ഞിട്ടാണ് കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 2 ലക്ഷം പുതിയ ആൾക്കാരോട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. സോ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്, അതെല്ലാം നിങ്ങൾ ഇൻഡിവിജ്വൽ ചോയ്സാണ്, ഞാൻ ഇൻഡിവിജ്വൽ ചോയ്സിന് വിടുന്നു. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയുന്ന സമയത്ത് പൊതുവേ ഡിഗ്രി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊന്നും വലിയ ധാരണ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം ആകെ അറിയാം PSC എന്താണ്, ബാങ്ക് എന്താണെന്ന് മാത്രമേ ഉള്ളൂ. SSC എന്ന പേര് പോലും ചിലപ്പം കേട്ടിട്ടുണ്ടാവില്ല. അപ്പം ഈ ഒരു പ്രസൻറ്റേഷനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിലെ വിവിധ ജോലികളെ പറ്റി കൃത്യമായ ഒരു അവബോധം തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. സോ നോക്കാം, വൈ ഷുഡ് ഐ പ്രിഫർ എ കരിയർ ഇൻ ഗവൺമെൻറ് ബാർ PSU? അതിന് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് എല്ലാം ഈ സ്ക്രീനിലുണ്ട്. ഗവൺമെൻറ് സെക്ടർ സെലക്ട് ചെയ്യാനുള്ള മേജർ റീസൺ, എല്ലാ ആൾക്കാരുടെയും മേജർ റീസൺ എന്ന് പറയുന്നത്, ഒന്ന് അതിൻ്റെ ജോബ് സ്റ്റെബിലിറ്റിയാണ്. രണ്ടാമത്തത് ഹൈ സാലറിയാണ്. മൂന്നാമത്തത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം, ഇഷ്ടം പോലെ ലീവ് കിട്ടും, നമുക്ക് ജോലി വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നത്, ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. സോ കൃത്യമായ എല്ലാ ധാരണകളും ഇതിലുണ്ട്. ഗുഡ് സാലറി ഇൻ ദ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ്, ഹൈ സോഷ്യൽ സ്റ്റാറ്റസ്, പിന്നെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഒരു പവർ, ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു പവർ, ഇതൊക്കെ പലരെയും ഈ കേന്ദ്ര ഗവൺമെൻറ് ജോലികളിലേക്ക് തൽപരരാക്കുന്നുണ്ട്. ബാക്കിയുള്ളത് TA DA HRA, ഇതൊക്കെ ബേസിക് സാലറിയുടെ കൂടെ നിങ്ങൾക്ക് കിട്ടും. മെഡിക്കൽ ഇൻഷുറൻസ് ബെനിഫിറ്റ്, ലീവ് ടൂർ കൺസെഷൻ, ലീവ് ട്രാവൽ കൺസെഷൻ ഫെസിലിറ്റീസ്, ഇങ്ങനെ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ഈ പല കാര്യങ്ങളും ഒരു പ്രൈവറ്റ് സെക്ടർ ജോബിലോ മറ്റൊരു ജോബിനോ എൻഷുർ ചെയ്യാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഇത്തരം ഒരു യുണീക്കായിട്ടുള്ള പല ഫീച്ചേഴ്സും എന്ത് ജോബിനുണ്ട്, ഗവൺമെൻറ് ജോബിനുണ്ട്. അതുകൊണ്ടാണ് പലരും എന്ത് ജോബ് പ്രിഫർ ചെയ്യുന്നത്, ഗവൺമെൻറ് ജോബ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഈ ഒരു PPT കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങളാണ്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, എന്താണ് ഞാൻ പഠിച്ച സബ്ജക്റ്റ് അപ്രോപ്രിയേറ്റ് ആണോ, ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ച സബ്ജക്ട്സ് അപ്രോപ്രിയേറ്റ് ആണോ, എന്തൊക്കെയാണ് ഇതിൻ്റെ കരിയർ സ്കോപ്സ്, എനിക്കവിടെ കൃത്യമായിട്ട് എത്താൻ പറ്റുമോ, ഇപ്പം ഞാൻ പഠിച്ചത് സുവോളജിയാണ്, എനിക്കവിടെ കൃത്യമായിട്ട് എത്താൻ പറ്റുമോ, ഇനി അഥവാ അത് എത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് സെക്കൻഡ് ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ സ്റ്റാർട്ട് ഏർലി എന്നുള്ളതിൻ്റെ റീസൺ ഞാൻ മുമ്പ് പറഞ്ഞു. നിങ്ങൾ എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും നിങ്ങൾ കോമ്പറ്റീഷനിൽ മുന്നോട്ട് പോകും. അഥവാ നിങ്ങൾ 1 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ഓൾമോസ്റ്റ് 1 ലക്ഷം ആൾക്കാർ പുതിയതായിട്ട് കോമ്പറ്റീഷന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ അവരോടും കൂടി കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾക്കൊരു കൃത്യമായ ധാരണയല്ല, വെറുതെ ഒരു PG എടുക്കുക എന്നുള്ള ധാരണയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻസിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, എന്തുകൊണ്ട് PG വേണ്ട എന്നുള്ളത് കുറച്ചുകൂടി അടിവരയിട്ട് ഞാൻ പറയുകയാണ്. ഇന്ത്യയിലുള്ള ഒരു ഗവൺമെൻറ് എക്സാംസിനും നിങ്ങൾക്ക് എന്ത് വേണ്ട, PG യോഗ്യത വേണ്ട, ഡിഗ്രി മാത്രം മതി. ഈവൻ സിവിൽ സർവീസ് എക്സാംസിന് വരെ നിങ്ങൾക്ക് എന്ത് യോഗ്യത മതി, ഡിഗ്രി മാത്രം യോഗ്യത മതി. ഓക്കെ, ഇനി PG യോഗ്യതയുള്ള വളരെ ലിമിറ്റഡ് എക്സാംസ് ഉണ്ട്. കുറച്ച് പ്രൈവറ്റ് ബാങ്ക്സുകൾ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്സ്, ഫെഡറൽ ബാങ്ക്സ് പോലുള്ള ബാങ്കുകൾ നിങ്ങൾക്ക് എന്ത് തരും, പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിന് PG യോഗ്യത വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് PG യോഗ്യതയുള്ള പോസ്റ്റുകൾ വളരെ 99.9% പോസ്റ്റുകൾക്കും ഡിഗ്രി മതി. നൗ
കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് 3 രീതിയിലാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുക. അതിൽ ഒന്നാമത്തത് ഗ്രൂപ്പ് എ സർവീസസ് ലൈക്ക് IAS, IFS, IRS എക്സെട്ര. അത് സിവിൽ സർവീസ് എക്സാം വഴിയാണ്. അതിൽ കൂടെ തന്നെ ഗ്രൂപ്പ് ബി ഗസറ്റഡ് സർവീസിനും സിവിൽ സർവീസ് എക്സാമിന് റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സിവിൽ സർവീസ് എക്സാം റിസൾട്ട് വന്നു. അപ്പോൾ അതിൽ 1050 വേക്കൻസിയോളമാണുള്ളത്. അതിൽ 150 വേക്കൻസി ഗ്രൂപ്പ് ബി ഗസറ്റഡ് പോസ്റ്റിനാണ്. ബാക്കി 900 വേക്കൻസികളാണ് ഗ്രൂപ്പ് എ പോസ്റ്റിനുള്ളത്. സോ ഗ്രൂപ്പ് എ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് സിവിൽ സർവീസ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് നടക്കുന്നത്. അത് UPSC പോലുള്ള സിവിൽ സർവീസ് പോലുള്ള എക്സാംസ്, അതേപോലെ തന്നെ UPSC നടത്തുന്ന മറ്റ് എക്സാംസിൽ കൂടിയാണ് ഈ ഗ്രൂപ്പ് എ സർവീസിലേക്ക് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഉള്ളത്. രണ്ടാമത്തത് ഗ്രൂപ്പ് ബി ആണ്. ഗ്രൂപ്പ് ബി ഗസറ്റഡ് ആൻഡ് നോൺ ഗസറ്റഡ് ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് സി സർവീസസ് ഉണ്ട്. ഗ്രൂപ്പ് സി സർവീസസ് നമ്മൾ പൊതുവെ ക്ലറിക്കൽ സർവീസസ് എന്നാണ് പറയുക. അപ്പോൾ ഗ്രൂപ്പ് ബി സർവീസസിലേക്കും ഗ്രൂപ്പ് സി സർവീസസിലേക്കും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. മേജർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് മൊത്തം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. ആൻഡ് കൂടുതൽ വേക്കൻസികൾ, ഒരുപാട് വേക്കൻസികൾ ഉള്ളതും ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി സർവീസുകളിലാണ്. ഗ്രൂപ്പ് എ സർവീസുകൾ വളരെ ലിമിറ്റഡ് വേക്കൻസീസേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതല്ലാതെ നമ്മൾ NTPC, അതായത് റെയിൽവേ നമുക്ക് പല എക്സാംസുകളും ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഇപ്പം RPF വിളിച്ചു. അതേപോലെ തന്നെ മറ്റു പല എക്സാംസുകളും റെയിൽവേ വിളിക്കാറുണ്ട്. RRB എക്സാംസ് വിളിക്കാറുണ്ട്. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് NTPC നടത്താറുണ്ട്. ഇനി അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിലേക്കുള്ള മേജർ എക്സാംസ് ആണിത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് ഫിസിക്സ് സബ്ജക്റ്റായിട്ട് പഠിച്ച ആൾക്കാർക്കുള്ളതാണ്. അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഇൻ ഇൻ്റലിജൻസ് ബ്യൂറോ, EPFOയിലേക്ക്, ESICയിലേക്ക്, FCAയിലേക്ക്, ഇങ്ങനെ പല എക്സാംസുകളും സെൻട്രൽ ഗവൺമെൻറ് പല സമയങ്ങളിലായിട്ട് നടത്താറുണ്ട്. പക്ഷേ ഇതൊന്നും റെഗുലറായിട്ട് നടത്തുന്ന എക്സാംസ് അല്ല. ഒരു വർഷം ഉണ്ടെങ്കിൽ അടുത്ത വർഷമായിരിക്കും എക്സാം, പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം എല്ലാ വർഷവും നടത്തുന്ന നമുക്ക് ഒരു 100% ഉറപ്പ് ഒരിക്കലും ഈ എക്സാംസിന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി വൈ SSC CGL സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഓർ SSC CHSL, എന്തുകൊണ്ട് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നമ്മൾ ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി സർവീസുകളിലേക്ക് മേജർ റിക്രൂട്ട്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ത്രൂ ആണ്. സോ ഒരു ജോലി കിട്ടുക എന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് 2-3 കാര്യങ്ങളാണ്. അതിൽ ഒരു കാര്യം വളരെ മേജറായിട്ട് നമുക്ക് അത്യാവശ്യം സ്റ്റാറ്റസ് വേണം. അത്യാവശ്യം നല്ല സാലറി വേണം. മൂന്നാമത്തത് നമുക്ക് അത്യാവശ്യം മനസമാധാനം വേണം. ഈ 3 സംഭവങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ജോബാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്നത്. സോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2 എക്സാംസാണ് മേജറായിട്ട് നടത്താറ്. 3 എക്സാംസ് എന്ന് പറയാം. ഒന്ന് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ, അത് ഡിഗ്രി യോഗ്യതയുള്ള ആൾക്കാരാണ് അത് അറ്റൻഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹയർ സെക്കൻഡറി യോഗ്യതയുള്ള ആൾക്കാരാണ്. പിന്നെ MTS എക്സാമിനേഷൻ. ഈ 3 എക്സാമിനേഷനാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പൊതുവെ നടത്താറ്. ഇത് എല്ലാ വർഷവും വിളിക്കാറുണ്ട്. പൊതുവെ ഒരു CGL എക്സാമിനേഷൻ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ഒരു 8000-9000 വേക്കൻസികൾ എല്ലാ വർഷവും, ടോട്ടൽ MTS എല്ലാം അടക്കം നമ്മളൊരു 15000-ഓളം വേക്കൻസികൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഒരു വർഷം നടത്താറുണ്ട്. ഓക്കെ, നൗ SSC കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. നമുക്കറിയാം പേ സ്കെയിൽ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റ് നമ്മൾ തിരിച്ചത് പേ സ്കെയിൽ വെച്ചിട്ടാണ്. സിവിൽ സർവീസ് വഴി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന പോസ്റ്റുകൾ പേ ലെവൽ 10 ആണ്. പേ ലെവൽ 10-ലാണ് ഗ്രൂപ്പ് എ പോസ്റ്റുകളെല്ലാം വരാറ്. പിന്നെ സിവിൽ സർവീസ് വഴി ഓൾറെഡി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഗ്രൂപ്പ് ബി ഗസറ്റഡ് പോസ്റ്റുകളിലേക്കും റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. അത് പേ ലെവൽ 8 ആണ്. സോ പേ ലെവൽ 1 മുതൽ പേ ലെവൽ 10 ആണ് ഡയറക്റ്റ് എൻട്രി വരുന്ന മേജർ സ്കെയിലുകൾ. പിന്നെ മുകളിലോട്ട് പേ ലെവൽ 11, 12, 13 എന്നൊക്കെ പറഞ്ഞ സ്കെയിലുകളുണ്ട്. അതെല്ലാം പ്രൊമോഷൻ പോസ്റ്റുകളാണ് മേജറായിട്ടും വരാറ്. അപ്പം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് പേ ലെവൽ 8 മുതലാണ്. ഓക്കെ, സോ പേ ലെവൽ 8 മുതലാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് പേ ലെവൽ 8 എന്ന് പറയുന്നത് സിവിൽ സർവീസ് എക്സാം വഴി നിങ്ങൾക്ക് ലാസ്റ്റ് 150 പോസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഗ്രൂപ്പ് ബി സർവീസിനാണ്. അത് പേ ലെവൽ 8 സർവീസിനാണ്. അതായത് നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽ ഓൾമോസ്റ്റ് 350 ആൾക്കാരെയാണ് എനിക്ക് തോന്നുന്നത് സെലക്ട് ചെയ്തത്. 350 ആൾക്കാർ ജനറൽ കാറ്റഗറിയിൽ സിവിൽ സർവീസിന് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൽ 300 വരെയുള്ള ആൾക്കാർക്ക് മാത്രമേ നിങ്ങൾക്ക് ഗ്രൂപ്പ് എ പോസ്റ്റ് കിട്ടൂ. ഇപ്പോൾ റാങ്ക് 320 അല്ലെങ്കിൽ 330 ആയ ഒരു ജനറൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടുക ഗ്രൂപ്പ് ബി ഗസറ്റഡ് പോസ്റ്റാണ്. സെയിം പോസ്റ്റാണ് നിങ്ങൾക്ക് എന്ത് കൂടിയും കിട്ടുക, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴിയും കിട്ടുക. സോ ബോത്ത് ആർ ഈക്വൽ. അല്ലെങ്കിൽ സിവിൽ സർവീസിൽ കിട്ടുന്ന ലാസ്റ്റ് റാങ്കിലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന പോസ്റ്റും SSCയിലെ ഏറ്റവും ടോപ്പ് റാങ്ക് കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടുന്ന പോസ്റ്റും സെയിം ആണ്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് പോസ്റ്റിനെ പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി ഇതെല്ലാം നിങ്ങൾക്ക് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എക്സാമിനേഷൻ. ഈ ഒരൊറ്റ എക്സാമിനേഷനിൽ നിങ്ങളുടെ റാങ്ക് എന്താണോ കിട്ടുന്നത് ആ റാങ്കിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 28ഓളം പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ്. നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് കിട്ടും. ഇനി നിങ്ങളുടെ റാങ്ക് കുറച്ച് കുറവാണെങ്കിൽ സിംഗിൾ വിൻഡോ വഴി നിങ്ങൾക്ക് കിട്ടുന്ന പോസ്റ്റുകൾ ഏതാണോ ആ പോസ്റ്റുകളാണ് കിട്ടുക. സോ ഇനി ഞാൻ പറയുന്ന പോസ്റ്റുകളെല്ലാം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന ഒരൊറ്റ എക്സാമിനേഷൻ വഴി
നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. ഈ ഒരു എക്സാമിൻ്റെ നിങ്ങളുടെ റാങ്കിനനുസരിച്ചാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന പോസ്റ്റുകൾ. ഓക്കെ, സോ പേ ലെവൽ 8 ആകെ വരുന്നത് 2 പോസ്റ്റുകളാണ്. അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസറും അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ, AAO എന്ന് ജനറലി പറയും. ഗസറ്റഡ് പോസ്റ്റാണ്, ഡയറക്റ്റ് ഗസറ്റഡ് എൻട്രി ആണ്. സോ ഡയറക്റ്റ് ഗസറ്റഡ് എൻട്രി ആണ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ, CAG എന്നൊക്കെ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള വാക്കുകളാണ്. സോ CAG ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റുകളിലേക്ക് കിട്ടുന്നത്. ഇത് പേ ലെവൽ 8 ആണ്. പേ ലെവൽ 8ൻ്റെ ടോട്ടൽ സാലറി ഒക്കെ എന്താണെന്നുള്ളത് അടുത്തടുത്ത സ്ലൈഡുകളിൽ നമുക്ക് പറയാം. നൗ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ 4 കൊല്ലം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പേ ലെവൽ 9ലേക്ക് പ്രൊമോട്ട് ആയിക്കോളും. പേ ലെവൽ 9ലേക്ക് സെയിം പോസ്റ്റ് തന്നെയായിരിക്കും, അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ് തന്നെയായിരിക്കും. പക്ഷേ പേ ലെവൽ 9 തൊട്ടടുത്ത ലൈനിലേക്ക് വെറും 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് പേ പ്രൊമോഷൻ കിട്ടും. പേ വൈസ് നിങ്ങൾ എന്താവും എസ്കലേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് CAG ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസറും അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസറും. ഗ്രൂപ്പ് ബി ഗസറ്റഡാണ്. 18 to 13 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യുക. എന്തുകൊണ്ട് 18 പറഞ്ഞെന്നറിയില്ല, കാരണം 20 വർഷം 21 വയസ്സാവാതെ നിങ്ങൾ 20 വയസ്സാവാതെ നിങ്ങൾ ഡിഗ്രി പൂർത്തീകരിക്കില്ല. ഡിഗ്രി മിനിമം യോഗ്യതയാണ്. പക്ഷേ 18 മുതൽ 30 വയസ്സ് വരെ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഉണ്ട് ജനറൽ കാറ്റഗറിക്ക്. ഓക്കെ, ഇനി OBC കാറ്റഗറിനെ സംബന്ധിച്ചിടത്തോളം നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും. SC ആണെങ്കിൽ 5 വർഷം നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ OBC SC ഒക്കെ അതിനനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും. അത് ഓരോരോ നോട്ടിഫിക്കേഷൻ സമയത്ത് വരുന്നതാണ്. നൗ നെക്സ്റ്റ് വരുന്ന പോസ്റ്റുകൾ പേ ലെവൽ 7ലാണ്. സോ പേ ലെവൽ 7ൽ വരുന്ന പോസ്റ്റുകളാണ് നമുക്ക് വളരെ ചാമിങ് ആയിട്ടുള്ള പോസ്റ്റുകളായിട്ട് വരുന്നത്. നോക്കുക, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിൽ വിവിധ മിനിസ്ട്രികളിൽ നോക്കുക, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, ഇൻ്റലിജൻസ് ബ്യൂറോ, മിനിസ്ട്രി ഓഫ് റെയിൽവേ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, AFHQ, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ്, ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറായിട്ട് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടും. അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വർഷം കൊണ്ട് നിങ്ങൾക്ക് അണ്ടർ സെക്രട്ടറി വരെ എത്താൻ പറ്റും. അണ്ടർ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസുകാർ അലങ്കരിക്കുന്ന ഒരു പോസ്റ്റാണ് അണ്ടർ സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി. സിവിൽ സർവീസുകാരുടെ ഫസ്റ്റ് പോസ്റ്റ് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ്. നെക്സ്റ്റ് പോസ്റ്റ് അണ്ടർ സെക്രട്ടറി, അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി, ജോയിൻറ്റ് സെക്രട്ടറി, അങ്ങനെ പോകും. അപ്പം അഡീഷണൽ സെക്രട്ടറി, അങ്ങനെ പോകും. അപ്പം ഇതിൽ അണ്ടർ സെക്രട്ടറി ലെവലിലേക്ക് നിങ്ങൾക്ക് ഒരു 15-20 വർഷം കൊണ്ട് ഇതിൽ നിന്ന് പ്രൊമോഷൻ ആവാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്ക് IAS കൺഫർ ആയിട്ട് കിട്ടില്ല. പക്ഷേ 15-20 വർഷം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. അപ്പം ഇതിന് നിങ്ങൾക്ക് ഡൽഹിയിൽ മാത്രമാണ് മെയിനായിട്ട് പോസ്റ്റിംഗ് കിട്ടുക. കാരണം എല്ലാം സെൻട്രൽ സെക്രട്ടേറിയറ്റ് ലെവൽ, മിനിസ്ട്രി ലെവൽ പോസ്റ്റുകളാണ്. സൗത്തിലും അതേപോലെ തന്നെ തിരുവനന്തപുരത്തും നമ്മളെ കേരളത്തിലൊക്കെ ഉള്ള പോസ്റ്റുകളുണ്ട്. പക്ഷേ അതൊക്കെ ഓരോരോ സമയത്ത് ഓരോരോ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് മാത്രമേ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോസ്റ്റിംഗ് ഉള്ളൂ എന്നുള്ളത് ഔട്ട് ചെയ്യുള്ളൂ. ഇനി അതിലൊരു പോസ്റ്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെപ്യൂട്ടേഷനിൽ നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്ത് പോകാൻ പറ്റും. സോ ഇന്ത്യക്ക് പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്കുള്ള സാലറി എന്ന് പറഞ്ഞാൽ ഡോളറിലായിരിക്കും. അതായത് ഒരു 3 വർഷം സർവീസുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പുറത്തൊരു കൺട്രിയിലേക്ക് നിങ്ങൾക്ക് ഡെപ്യൂട്ടേഷനിൽ പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 3 lakhs-ഓളം സാലറി കിട്ടും. ഓക്കെ, അതൊരു വളരെ ചാമിങ് ആയിട്ടുള്ള പോസ്റ്റാണ്. ടോപ്പ് റാങ്കുള്ള പലരും ഓപ്റ്റ് ചെയ്യുന്നൊരു പോസ്റ്റാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. നൗ പിന്നുള്ളത് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, CBDT. സോ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ നമ്മൾ കോമൺ ആയിട്ട് പറയും. സോ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അടുത്ത പ്രൊമോഷൻ ഇൻകം ടാക്സ് ഓഫീസറാണ്. പിന്നെ നിങ്ങൾ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് എത്തും. ഈ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് IRS, ഇന്ത്യൻ റവന്യൂ സർവീസ് എന്തായി കിട്ടും, കൺഫറായിട്ട് കിട്ടും. സോ ഒരു 15 മുതൽ 18 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ റവന്യൂ സർവീസ് എന്ന പോസ്റ്റ് കൺഫറായി കിട്ടും. കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് വരെ നിങ്ങൾക്ക് ആവാൻ പറ്റുന്നൊരു പോസ്റ്റാണ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്. ഓക്കെ, പിന്നെ വരുന്നത് ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ്, ഇൻസ്പെക്ടർ പ്രിവൻറ്റീവ് ഓഫീസർ, ഇൻസ്പെക്ടർ എക്സാമിനർ. ഈ 3 പോസ്റ്റും നിങ്ങളെ CBIC ഡിപ്പാർട്ട്മെൻറ്റിലാണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന പോസ്റ്റുകളാണ് ഈ 3 സാധനങ്ങളും. ഇതിൽ ആദ്യത്തെ നിങ്ങൾക്കറിയാം സെൻട്രൽ GST ഇൻസ്പെക്ടറാണ്. പഴയ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ എന്നുള്ളത് ഇപ്പം സെൻട്രൽ GST ഇൻസ്പെക്ടർ. അതായത് GST ആയിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ GST ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് സെൻട്രൽ GST ഇൻസ്പെക്ടർ. ഇതിനും പ്രൊമോഷൻ സ്കോപ്പുകൾ നന്നായിട്ടുണ്ട്. നിങ്ങൾക്കൊരു സെൻട്രൽ GSTയുടെ അഡീഷണൽ കമ്മീഷണർ വരെ ആവാൻ പറ്റുന്ന പോസ്റ്റാണ്. നിങ്ങൾക്കൊരു 10-20 വർഷത്തിനുള്ളിൽ IRS, ഇന്ത്യൻ റവന്യൂ സർവീസ് കൺഫറായിട്ട് കിട്ടുന്ന പോസ്റ്റാണ്. ഈ 2 പോസ്റ്റും പ്രിവൻറ്റീവ് ഓഫീസർ ആണെങ്കിലും എക്സാമിനർ ആണെങ്കിലും. പ്രിവൻറ്റീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വൈറ്റ് യൂണിഫോം ഉള്ള പോസ്റ്റുകളാണ്. പ്രിവൻറ്റീവ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റംസ് പ്രിവൻറ്റീവ് ഓഫീസർ സീപോർട്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പം പല എയർപോർട്ടുകളും മാനേജ് ചെയ്യുന്നതും കസ്റ്റംസിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം കസ്റ്റംസിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ വൈറ്റ് യൂണിഫോം ഇട്ട ആൾക്കാരാണ് കസ്റ്റംസ് പ്രിവൻറ്റീവ് ഓഫീസർമാർ. അടുത്ത പ്രൊമോഷൻ കസ്റ്റംസ് സൂപ്രണ്ടാണ്. അടുത്ത പ്രൊമോഷൻ അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ്. അവിടെ നിങ്ങൾക്ക് IRS കൺഫറായിട്ട് കിട്ടും. തൊട്ടടുത്ത പോസ്റ്റാണ് ഇൻസ്പെക്ടർ എക്സാമിനർ. സോ ഇൻസ്പെക്ടർ എക്സാമിനർ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ സാധ്യതയുള്ളൊരു സ്കോപ്പാണ്. തൊട്ടടുത്ത പോസ്റ്റ് അപ്രൈസർ എന്ന് പറയും. സീ പോർട്ടുകളിൽ മാത്രമാണ് പോസ്റ്റിംഗ്. സോ സീ പോർട്ടുകളുള്ള സ്ഥലങ്ങൾ എവിടെയാണോ അവിടെ മാത്രമേ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടൂ. സോ അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക,
സീ പോർട്ടുകളുള്ള തലങ്ങളിൽ നിങ്ങളെ വീടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എക്സാമിനർ എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ അടുത്ത പ്രൊമോഷൻ അപ്രൈസറാണ്. വളരെ ക്വിക്കായിട്ട് 5 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്രൈസർ പ്രൊമോഷൻ ആവാൻ പറ്റും. പക്ഷേ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് കമ്മീഷണറിലേക്ക് കുറച്ച് സമയമെടുക്കും. ഇവിടെ നിങ്ങൾക്ക് IRS എന്തായി കിട്ടും, കൺഫറായി കിട്ടും. നെക്സ്റ്റ് പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ. അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വളരെ പവർഫുൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റായ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ ഡയറക്റ്റ് എൻട്രി കിട്ടുന്ന പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ. അടുത്ത പ്രൊമോഷൻ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറാണ്. അതിൻ്റെ അടുത്ത പ്രൊമോഷൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. നിങ്ങൾക്ക് ഒരു 9 വർഷം കൊണ്ട് തന്നെ ഗ്രൂപ്പ് എയിലേക്ക് ലെവൽ 10ലേക്ക് കടക്കാൻ പറ്റുന്ന പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ. ഓക്കെ, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്. നൗ CBI സബ് ഇൻസ്പെക്ടർ. CBI സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം CBI ആ പേരിലുള്ള ചാമിങ് മാത്രമേ ഉള്ളൂ. 365/24 hours ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് CBIയിൽ സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിളി നമ്മളൊരു വർക്ക് ലൈഫ് ബാലൻസ് ഒന്നും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ ആ സിനിമകളിലും മറ്റും ഒക്കെ കാണുന്ന ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പലപ്പോഴും CBI സബ് ഇൻസ്പെക്ടറായിട്ട് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഓപ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുപോകാൻ പറ്റാതെ ചിലർ റിസൈൻ ചെയ്ത് പോരുന്നുണ്ട്, ചിലർ അവരെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു പോലീസ് ലൈഫാണ്. ദാറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ബാക്കിയുള്ളതൊന്നും പോലീസ് ലൈഫല്ല. പക്ഷേ CBIയും NIAയും എന്ന് പറയുന്നത് എൻറ്റയർലി പോലീസ് ലൈഫാണ്. കൃത്യമായി ഹൈറാർക്കി പാലിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്, പ്രോട്ടോകോൾ പാലിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ അവിടെ നമുക്ക് യൂണിഫോം പോസ്റ്റുകളുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. CBIയിൽ യൂണിഫോം പോസ്റ്റ് ഇല്ലെങ്കിലും അവിടെ അത്തരം ആൾക്കാർ IPS ഹെഡ് ചെയ്യുന്ന ആൾക്കാരാണ്, ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചുള്ള സംഭവങ്ങൾ മാത്രമേ CBIയിൽ നടക്കൂ. സോ നമ്മളെ ആ ഒരു പുറത്തുള്ളൊരു ചാമിങ് എക്സ്പീരിയൻസ് കണ്ടിട്ട് നമ്മൾ CBI ഓപ്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ നല്ല താല്പര്യം CBIയിലേക്കുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അവർ തീർച്ചയായിട്ടും അത് ഓപ്റ്റ് ചെയ്യാൻ വേണം. ആ ഒരു സ്കില്ലുള്ള ആൾക്കാരും നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഒന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും അത് ഓപ്റ്റ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിൽ ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റുണ്ട്. അത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള പോസ്റ്റാണ്. പിന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റുകൾ നമുക്ക് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലെ പോസ്റ്റുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നതല്ല, കേരളത്തിലില്ല. അത് OPM കൾട്ടിവേഷനാണ്. അത് സെൻട്രൽ ഇന്ത്യയിലുള്ള ഒരു 3 സ്റ്റേറ്റിൽ മാത്രമേ ആ പോസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 30 years 18 to 30 years ആണ്. ഇനി 18 to 13 years നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 18 years നമ്മൾ എന്തായാലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പം 20 to 30 years ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഇനി ഇത് ലെവൽ 7 പോസ്റ്റുകളാണ്. ലെവൽ 6 പോസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ താഴോട്ടാണ് വരുന്നത്. ലെവൽ 6 പോസ്റ്റുകൾ എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ചുകൂടി താഴെയുള്ള പോസ്റ്റുകൾ. നമ്മൾ അസിസ്റ്റൻറ്റ് പോസ്റ്റുകൾ, എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്, റിസർച്ച് അസിസ്റ്റൻറ്റ്, സബ് ഇൻസ്പെക്ടർ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഇതെല്ലാം ലെവൽ 6ലുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ അതേ പണിയാണ്, പക്ഷേ ലെവൽ 6ലാണ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളുള്ളത്. പിന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകളാണ്. പക്ഷേ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറിലേക്ക് കേരളത്തിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് കേരള PSC ആണ്. 18 സ്റ്റേറ്റുകളിൽ CGL വഴിയാണ് റിക്രൂട്ട്. നമ്മൾ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ വരെ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ് റിക്രൂട്ട് ചെയ്യുന്നത് CGL വഴിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല കേരളത്തിൽ എന്തായാലും. CBIസിൽ നമുക്ക് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റുണ്ട്. ടാക്സ് അസിസ്റ്റൻറ്റിൻ്റെ പ്രൊമോഷൻ പോസ്റ്റാണ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്. ആ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് കഴിഞ്ഞ വർഷം തൊട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് എത്താം. ഇവിടുന്ന് ഒരു 6-7 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്താവാം, സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, സെൻട്രൽ GST ഇൻസ്പെക്ടർ അല്ലെങ്കിൽ കസ്റ്റംസ് പ്രിവൻറ്റീവ് ഓഫീസറൊക്കെ പ്രൊമോഷനായിട്ട് ആവാൻ പറ്റും. റിസർച്ച് അസിസ്റ്റൻറ്റ്, അതൊക്കെ നമ്മൾ ഈ അസിസ്റ്റൻറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ NIAയിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ലെവൽ 6 ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CBIയിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള അതേ അവസ്ഥയാണ് NIAയിലുള്ളത്. അങ്ങനെ ഒരു ലൈഫിന് താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് NIAയിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നാർക്കോട്ടിക് കൺട്രോൾസ് ബ്യൂറോയിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട്. അത് നമുക്ക് എല്ലാ സ്ഥലത്തുണ്ട്, പക്ഷേ അതും ഹെഡ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. അപ്പോൾ നാർക്കോട്ടിക് കൺട്രോൾസ് ബ്യൂറോയിലും ഈവൻതോ NIAയിലും അതേപോലെ CBIനെ അപേക്ഷിച്ച് വർക്ക് ലോഡ് കുറവാണെങ്കിൽ അവിടെ ഒരു പ്രോട്ടോകോൾ, അതേപോലെ തന്നെ ആ രീതിയിലുള്ള ഒരു നിയമം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു പ്രോട്ടോക്കോളാണ് അവിടെ ഉള്ളത്. ഓക്കെ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിൽ നിങ്ങൾ +2 മാത്സ് പഠിച്ചിരിക്കണം. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അണ്ടറിലാണ്. ഇതിന് മാത്രമാണ് നിങ്ങൾക്ക് 32 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളത്. സോ 32 വയസ്സ് വരെ ജനറൽ കാറ്റഗറി. ഞാൻ ഏജ് ലിമിറ്റ് പറയുന്ന സമയത്ത് അത് ജനറൽ കാറ്റഗറിയിലുള്ള ഏജ് ലിമിറ്റാണ്. അതിനോട് 3 വർഷം നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പേ ലെവൽ 5 ആണ്. പേ ലെവൽ 5ലുള്ള പോസ്റ്റുകൾ മെയിനായിട്ട് പോസ്റ്റ് ഓഡിറ്റർ അക്കൗണ്ടൻ്റ് ആണ്. പക്ഷേ ഇത് നിങ്ങൾ പേ ലെവൽ 5 ആണെന്ന് നോക്കരുത്. ഇത് CAG ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ തന്നെ CGA ഡിപ്പാർട്ട്മെൻറ്റ്. CAG എന്ന് പറഞ്ഞാൽ കൺട്രോളറിൻ്റെ ഓഡിറ്റർ ജനറൽ. CGA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതായത് ഇപ്പം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ എക്സൈസ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം അക്കൗണ്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ പേയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാലറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് CGA എന്ന് പറയുന്നത്. അപ്പോൾ CGAയിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോട്ട് ചെയ്യും. ഇപ്പോൾ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷനാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തതെങ്കിൽ എഡ്യൂക്കേഷൻ മിനിസ്ട്രിൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലും ഒരു റീജിയണൽ ഓഫീസിലൊക്കെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടും. ഇൻകം ടാക്സ് ആണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലും ഒരു
ഓഫീസിൽ കൊച്ചി, തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഓഫീസുണ്ട്. സെൻട്രൽ എക്സൈസിലും അതേപോലത്തെ സ്ഥലങ്ങളിലുള്ള ഓഫീസുണ്ട്. ഈ അഗ്രികൾച്ചറിലാണെങ്കിൽ ഈ അഗ്രികൾച്ചർ മിനിസ്ട്രീൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലും ഒരു അതിൻ്റെ ഒരു ഹെഡ് ഓഫീസ്, അതിൻ്റെ ഒരു റീജിയണൽ ഓഫീസ് ലെവൽ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്തും അലോട്ട് ചെയ്ത് കിട്ടും. അതാണ് CGAയും CAGയും തമ്മിലുള്ള വ്യത്യാസം. CAG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. പൊതുവേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഓഡിറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് CA&AG. CA&AGയിലെ അക്കൗണ്ടൻ്റ് എന്ന പോസ്റ്റ്, അക്കൗണ്ടൻ്റ് 2 സ്ഥലത്തുണ്ട്. CGA നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഡിഫറൻറ്റ് മിനിസ്ട്രിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. CA&AG എന്ന് പറഞ്ഞാൽ CA&AGയിലെ അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അക്കൗണ്ട് സെക്ഷൻ നോക്കുന്ന ആൾക്കാരാണ് CA&AGയിലെ അക്കൗണ്ടൻറ്റുമാർ. ഓക്കെ. പിന്നെ അതർ മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ട്. ഇത് ലെവൽ 5 ആണ്, നിങ്ങൾ നോക്കരുത്. ഇവർക്ക് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? AAO അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസറിൽ SAS ടെസ്റ്റ് എഴുതാൻ പറ്റും. 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. സോ 2 വർഷം കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് SAS എന്ന് പറഞ്ഞ എക്സാം എഴുതാൻ പറ്റും. SAS എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ലെവൽ 8 അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, ഈ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് പ്രൊമോഷനാണ്. ഓക്കെ. അപ്പോൾ ഇതിന് നിങ്ങൾ ഇതാക്കരുത്. പല ആൾക്കാർ, എനിക്കറിയുന്ന കുറേ പേരുണ്ട്, അവർ ലെവൽ 7 സ്കിപ്പ് ചെയ്തിട്ട് ലെവൽ 5 ഓപ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. എന്നിട്ട് 3 വർഷം കൊണ്ട് അവർ ലെവൽ 8ലേക്ക് എത്തി. കാരണം ലെവൽ 7 നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ 10 വർഷം എടുക്കും ലെവൽ 8 സോ ഒരു ഹൈറാർക്കിയൽ ലെവൽ താല്പര്യപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിങ്ങളൊരു ഡിസിസീവ് ഫാക്ടറാണ്. ഇത് പക്ഷേ ഗ്രൂപ്പ് C ആണ്, അതുകൊണ്ട് നിങ്ങൾ ഏജ് ലിമിറ്റ് 18 to 27 ആണ്. ഓക്കെ. ഇനി വരുന്നത് ലെവൽ 4 ആണ്. ലെവൽ 4 ആണ് CGL വഴി നിങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും താഴത്തെ പോസ്റ്റ്. സോ പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻ്റ് ആണ് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഉണ്ടാകുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റിൽ. ഏജ് ലിമിറ്റ് സെയിം ലിമിറ്റാണ്. നൗ ബാക്കിയെല്ലാം ക്ലറിക്കൽ ലെവൽ പോസ്റ്റുകളാണ്. UDC എന്ന് പറയാം, 2 UDC പോസ്റ്റുകളും പിന്നെ ടാക്സ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളും. ടാക്സ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലും അതേപോലെ തന്നെ സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ ഏറ്റവും ക്ലറിക്കൽ ലെവൽ പോസ്റ്റുകൾ, UD ക്ലർക്ക് ലെവൽ പോസ്റ്റുകളാണ്. ടാക്സ് അസിസ്റ്റൻ്റ് എന്നുള്ള പേര് മാറ്റം ചെയ്യപ്പെട്ട് പണ്ട് UD ക്ലർക്കായിരുന്നു, ഇപ്പോൾ അത് ടാക്സ് അസിസ്റ്റൻ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം ലെവൽ 4 വരുന്നതെല്ലാം UD ക്ലർക്ക് ലെവൽ പോസ്റ്റുകളാണ്. സോ UDC ലെവൽ പോസ്റ്റുകൾ, അതായത് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ UD ക്ലർക്ക് ലെവൽ പോസ്റ്റുകൾ വരെയാണ് എന്തിൽ റിക്രൂട്ട്മെൻറ്റ് ഉള്ളത്? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ CGL വഴി, കമ്പയർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ വഴി റിക്രൂട്ട്മെൻറ്റ് ഉള്ളത്. നൗ CHSL കമ്പയർഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ, പോസ്റ്റൽ അസിസ്റ്റൻ്റ് എന്നത് കഴിഞ്ഞ വർഷത്തിൻ്റെ മുന്നത്തെ വർഷം വരെ CHSL വഴി, കമ്പയർഡ് ഹയർ സെക്കൻഡറി ലെവൽ വഴിയായിരുന്നു റിക്രൂട്ട്മെൻറ്റ്. പക്ഷേ കഴിഞ്ഞ വർഷം തൊട്ട് അത് റിക്രൂട്ട്മെൻറ്റ് എന്തായി മാറി? CGL വഴിയായി മാറി. CHSL വഴി ഞാൻ അതിൻ്റെ പോസ്റ്റുകൾ പ്രത്യേകം പറയുന്നില്ല, കാരണം ഒക്കെ ക്ലറിക്കൽ ലെവൽ പോസ്റ്റുകളാണ്. UD ക്ലർക്ക്, LD ക്ലർക്ക്, അതിന് താഴെ LD ക്ലർക്ക് വരും. സോ ലെവൽ 4, ലെവൽ 3, ലെവൽ 2 ലെവൽ പോസ്റ്റുകളാണ്. ലെവൽ 4, ലെവൽ 3, ലെവൽ 2 ലെവൽ പോസ്റ്റുകളാണ് CHSL വഴി, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ വഴി റിക്രൂട്ട്മെൻറ്റ് ഉള്ളത്. സോ നിങ്ങൾ നോക്കുക, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ വഴിയും ലെവൽ 4 റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ വഴിയും ലെവൽ 4 റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. നൗ ലെവൽ 3, ലെവൽ 2 റിക്രൂട്ട്മെൻറ്റ് ആണ്. ലെവൽ 4 ഉണ്ട്, ലെവൽ 4, ലെവൽ 3, ലെവൽ 2 റിക്രൂട്ട്മെൻറ്റ് ആണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ വഴിയുള്ളത്. ആൻഡ് ലെവൽ 1ലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആണ് ഏറ്റവും ലോ ലെവൽ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നമ്മൾ ഓഫീസ് അസിസ്റ്റൻ്റ് എന്നൊക്കെ പറയുന്ന ലെവൽ പോസ്റ്റുകളാണ്. ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന പോസ്റ്റുകളൊക്കെ ഉള്ള MTS, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആണ് MTS എക്സാം വഴിയുള്ളത്. നൗ ജസ്റ്റ് ഞാനൊരു പേ ലെവൽ 1 കമ്പയർ ചെയ്യുകയാണ്. പേ ലെവൽ 8ലാണ് നോക്കുക, ഇന്നത്തെ പേ ലെവലാണ്. പേ ലെവൽ 8 നിങ്ങൾ ബേസിക് പേ നോക്കുക, DA നോക്കുക, HRA നോക്കുക, TA നോക്കുക, NPSലേക്കുള്ള ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ അടക്കം നിങ്ങളുടെ ഗ്രോസ് സാലറി 1 ലക്ഷം കടക്കും. 1,1076 വരും ഇന്നത്തെ ലെവൽ പോസ്റ്റുകൾ. അപ്പോൾ ഇതിന് ജസ്റ്റ് ഡിഗ്രി യോഗ്യത മതി. 21ാമത്തെ വയസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഈ ഒരു സാലറിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നോക്കുക, നിങ്ങൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഒരു ഗവൺമെൻറ് സർവീസിൽ വെച്ച് കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു 65,000 രൂപ വരെ ശമ്പളം മാത്രമേ കിട്ടൂ. ഇവിടെ നിങ്ങൾക്ക് 1 ലക്ഷത്തിൻ്റെ പുറത്ത് ശമ്പളം കിട്ടുന്ന പോസ്റ്റുകളാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ വഴി കിട്ടുന്നത്. നൗ പേ ലെവൽ 7 ഇതേ കമ്പാരിസനാണ്. ഒരു 6,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ഒരു 95,000 rupees നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾ നോക്കി, ഇത് സ്റ്റാഗ്നൻ്റ് അല്ല, ഇത് ഒരു വർഷം മിനിമം 10% വെച്ച് കൂടും. അതായത് നെക്സ്റ്റ് ഇയർ ഇതേ PPT ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 1,10,000 അല്ലെങ്കിൽ 1,12,000 കാണാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 5 വർഷം കൊണ്ട് ഇത് 1,50,000 കിടക്കും. സോ ഇത്രയും ഗ്രോത്ത് വരുന്ന ഒരു പോസ്റ്റുകളാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്നത്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ വഴി നിങ്ങൾക്ക് സാലറികളുണ്ട്. ഞാൻ ബാക്കി സാലറികൾ പറയുന്നില്ല, ഇതിൽ പറഞ്ഞിട്ടില്ല. ഈ ഒരു കമ്പാരിസൺ മാത്രമേ വെച്ചിട്ടുള്ളൂ. ലെവൽ 4 ഞാൻ ഏറ്റവും ലോ ലെവലോട് വേണേൽ പറയാം. ലെവൽ 4 നിങ്ങൾക്ക് ഒരു 50,000 rupees, ഒരു 55,000 rupees നിങ്ങൾക്ക് എന്ത് പറയാം, സാലറി പറയാം. ഒരു ഗ്രോസ് സാലറി പറയുന്ന രീതിയിലേക്ക് ലെവൽ 4 പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ, ഇത്രയും ലെവലുള്ള പോസ്റ്റുകളാണ് നിങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ വഴി കിട്ടുന്നത്. ഇത് എല്ലാ വർഷവും വിളിക്കുകയും ചെയ്യും. എല്ലാ വർഷവും ഒരു 10,000-ഓളം വേക്കൻസികൾ CGL വഴി ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ.
നെക്സ്റ്റ് ഇതിന് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയ കാര്യം ഇതിൻ്റെ ലീവാണ്. നിങ്ങൾ നോക്കൂ, ക്യാഷ്വൽ ലീവ് 8 ലീവ്, RH2, ഏൺഡ് ലീവ് 30, ഹാഫ് പേ ലീവ് 20, സാറ്റർഡേ സൺഡേ 104, ഗസറ്റഡ് ഹോളിഡേയ്സ് 16. ഇങ്ങനെ 180 ദിവസം ഒരു കൊല്ലം നിങ്ങൾക്ക് 180 ദിവസം ലീവാണ്. ബാക്കി നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ആകെ 185 ദിവസം. സോ ആ 185 ദിവസത്തേക്കുള്ള സാലറിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു കൊല്ലം ഒരു 12 ലക്ഷത്തിലധികം സാലറി ഗവൺമെൻറ് നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട് 185 ദിവസം വർക്ക് ചെയ്യുന്നതിന്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ പുറമെ നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളെ പറ്റിയാണ് ജസ്റ്റ് ഒന്ന് പറയുന്നത്. മെറ്റേണിറ്റി ലീവ്, അതായത് വുമൻ എംപ്ലോയീസിന് മെറ്റേണിറ്റി ലീവ് ഉണ്ട്. 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് കിട്ടും 180 ദിവസം. പിന്നെ പെറ്റേണിറ്റി ലീവ്, അതിൻ്റെ പിതാക്കന്മാരായ ആൾക്ക് ഫാദേഴ്സിന് 15 ദിവസത്തെ മെറ്റേണിറ്റി ലീവ് ഉണ്ട്. ചൈൽഡ് കെയർ ലീവ്, വിമൻ എംപ്ലോയീസിന് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് ഈ ചൈൽഡ് കെയർ ലീവ് എന്ന് പറയുന്നത്. സോ ചൈൽഡ് കെയർ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം, അതായത് 2 വർഷം ടോട്ടൽ 365 × 2, ഇത്രയും ഡേയ്സ് ഒരു സർവീസിൻ്റെ ഇടയ്ക്ക് 2 കുട്ടികൾക്ക് 18 വയസ്സാവുന്നവരെ എടുക്കാൻ പറ്റും. സോ നമുക്ക് വിത്ത് ഫുൾ സാലറി നിങ്ങൾക്ക് 2 വർഷം ലീവ് എടുക്കാൻ പറ്റും. അതായത് ഓൾമോസ്റ്റ് നിങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15-16 ലക്ഷം രൂപയാണ് നിങ്ങളെ ഇയർലി പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 32 ലക്ഷം രൂപ നിങ്ങൾക്ക് വേണ്ടി കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നിങ്ങൾക്ക് വെറുതെ തരികയാണ്. സോ ഇത് വളരെ അട്രാക്റ്റീവാണ് വുമൻ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം. ഇത് കൂടാതെ നിങ്ങൾക്ക് ഹാഫ് പേ ലീവ് ഉണ്ട്, കമ്മ്യൂട്ടഡ് ലീവ് ഉണ്ട്, സ്റ്റഡി ലീവ് ഉണ്ട്. 2 വർഷത്തെ സ്റ്റഡി ലീവ് നിങ്ങൾക്ക് സർക്കാർ സ്പോൺസർഷിപ്പിൽ 2 വർഷത്തെ സ്റ്റഡി ലീവ് സാലറിയോട് കൂടി കിട്ടും. പിന്നെ നിങ്ങൾക്ക് ലീവ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ലീവ് എടുക്കാൻ പറ്റും. ലീവ് നോട്ട് ഡ്യൂ ഉണ്ട്. ലീവ് നോട്ട് ഡ്യൂ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ ലീവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം എടുക്കാം, അടുത്ത വർഷം ആകുമ്പോൾ അഡ്ജസ്റ്റ് ആയിക്കോളും. അതാണ് ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്നത്. പിന്നെ എക്സ്ട്രാ ഓർഡിനറി ലീവ് ഉണ്ട്. എക്സ്ട്രാ ഓർഡിനറി ലീവ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് അതർ മേജർ ബെനിഫിറ്റ്സ്. എന്തൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ മേജർ ബെനിഫിറ്റ് എന്നാണ്. ഓക്കെ, സോ LTC എന്ന് പറയുന്നത് ലീവ് ട്രാവൽ കൺസെഷൻ ആണ്. ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം നിങ്ങൾക്ക് ഒരു 4 വർഷത്തിലൊരിക്കൽ സർക്കാർ ചെലവിൽ സഞ്ചരിക്കാം. അതേപോലെ തന്നെ ആദ്യത്തെ 8 വർഷം 2 വർഷത്തിലൊരിക്കൽ നിങ്ങൾക്ക് ജമ്മു ആൻഡ് കാശ്മീർ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് സർക്കാർ ചെലവിൽ സഞ്ചരിക്കാം. ഇതാണ് ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറയുന്നത്. LTC ടു ഹോം ടൗൺ വൺസ് ഇൻ എ ബ്ലോക്ക് ഓഫ് 2 കലണ്ടർ ഇയേഴ്സ്. പക്ഷേ ഈ ഹോം ടൗൺ LTC നിങ്ങൾക്ക് സറണ്ടർ ചെയ്തിട്ട് 2 കലണ്ടർ ഇയേഴ്സിലൊരിക്കൽ നിങ്ങൾക്ക് ഒന്നുകിൽ നോർത്ത് ഈസ്റ്റിലേക്കോ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിലേക്കോ പോകാൻ പറ്റും. ഓക്കെ, എനി അതർ പ്ലേസ് ഇൻ ഇന്ത്യ വൺസ് ഇൻ എ 4 ബ്ലോക്ക് ഇയേഴ്സ്. പിന്നെ DA ഇൻക്രിമെൻറ്റ്, ഇത് രണ്ടും കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഒരു വർഷം നിങ്ങൾക്ക് 10% സാലറി കൂടും. പിന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ലീവ് എൻകാഷ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ലീവ് ഞാൻ പറഞ്ഞ 150 ലീവ് പോലുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് 150 ലീവ് അത് എടുക്കാതെ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് 300 ലീവ് നിങ്ങൾ റിട്ടയർമെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് 300 ലീവ് നിങ്ങൾക്ക് ഇപ്പോഴാണ് 300 ലീവ്, ഇനി അത് കൂട്ടുമെന്ന് അറിയില്ല, 300 ലീവ് വരെ നിങ്ങൾക്ക് എൻകാഷ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് സാലറി റിവിഷൻ ഡ്യൂ ആണ്, 2026 ഡ്യൂ ആണ്. അപ്പോൾ സാലറി റിവിഷൻ ഡ്യൂ ആവുന്ന സമയത്ത് മിനിമം ഒരു 20% അല്ലെങ്കിൽ 15-20% ഇൻക്രിമെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നല്ല ഗ്രോത്ത് ആണ് അവിടെ വരാൻ പോകുന്നത്. അപ്പോൾ അത് ഡ്യൂ ആണ്, അതുകൂടി നിങ്ങൾ ഓർക്കുക. നൗ CGL എക്സാമിൻ്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലാണ് ഞാൻ മേജറി പറയുന്നത്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലും കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിൻ്റെയും സ്കീം സെയിം ആണ്. ജസ്റ്റ് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. സ്കീം ഓഫ് ദ എക്സാമിനേഷൻ രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. Tier 1 എന്നും പറയും, Tier 2 എന്നും പറയും. Tier 1 ജസ്റ്റ് ക്വാളിഫയിങ് മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് ഒരിക്കലും നിങ്ങൾ ടോട്ടൽ കൗണ്ട് ചെയ്യില്ല. Tier 2ൻ്റെ മാർക്ക് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യൂ, കൗണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ ജസ്റ്റ് നോക്കുക, Tier 1ൻ്റെ സിലബസ് ആണ് ഞാൻ പറയുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, GK, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ. സോ ഇത് 4ഉം 25 ക്വസ്റ്റ്യൻ വീതം, ടോട്ടൽ 100 ക്വസ്റ്റ്യൻ, 200 മാർക്ക്. ഓരോന്നിനും 0.5 നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 1 മണിക്കൂർ കൊണ്ട് തീർക്കണം. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ് എന്നൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ഇതിൻ്റെ ഗ്രാജുവേഷൻ ലെവലാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനെങ്കിലും ഇതിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ സിലബസ് എന്ന് പറഞ്ഞാൽ 10ാം തരം മാത്രമാണ്. 8, 9, 10 ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ച ഇംഗ്ലീഷ്, നിങ്ങൾ പഠിച്ച മാത്സ്, ഈ പറഞ്ഞ കാര്യങ്ങൾ, GK, ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. സോ ജസ്റ്റ് ഡിഗ്രിയാണ് സിലബസ് എങ്കിലും, ഡിഗ്രിയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനെങ്കിലും ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡ് ബേസ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ സബ്ജക്റ്റ് അപ്രോപ്രിയേറ്റ് ആണോ ഇത് ചെയ്യാൻ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എഴുതാൻ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളെ സബ്ജക്റ്റ് ഏതായിക്കോട്ടെ, നിങ്ങളെ സബ്ജക്റ്റ് ഈ ഫിസിക്സ് ആയിരിക്കോട്ടെ, BTech ആയിരിക്കോട്ടെ, MBBS ആയിരിക്കോട്ടെ, ഏതായിരിക്കോട്ടെ, ആർട്സ് ആയിരിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിരിക്കോട്ടെ, ഹിന്ദി ആയിരിക്കോട്ടെ, ഏതായിരിക്കോട്ടെ, ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഏത് സ്റ്റാൻഡേർഡ് മാത്രമേ ഉള്ളൂ, 10ാം ക്ലാസ് സ്റ്റാൻഡേർഡ് മാത്രമേ ഉള്ളൂ, SSLC സ്റ്റാൻഡേർഡ് മാത്രമുള്ള സിലബസ് ആണ്. ഓക്കെ, നൗ Tier 2ന് ഇതേ സിലബസ് ആണ്. നമുക്ക് QAൻ്റെ പേര് മാറ്റി മാത്തമാറ്റിക്കൽ അബിലിറ്റീസ് ആക്കിയിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ്. സെക്ഷൻ 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷും GKയും ചേർന്നിട്ടാണ്. സെക്ഷൻ 3 കമ്പ്യൂട്ടർ നോളജ് ആൻഡ് സെക്ഷൻ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. അതായത് Tier 2ൻ്റെ സിലബസ് ആണിത്. Tier 2 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. Tier 2ന് ഒരൊറ്റ പേപ്പർ മാത്രമേ ഉള്ളൂ.
സെഷൻ 1 2 മണിക്കൂർ 15 മിനിറ്റിൻ്റെ പേപ്പറാണ്. ആ 2 മണിക്കൂർ 15 മിനിറ്റിൻ്റെ പേപ്പറിൽ നിങ്ങൾക്ക് 2 സെക്ഷൻ ഉണ്ട്. ആദ്യത്തെ സെക്ഷനിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ QA, രണ്ടാമത്തത് റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ്. ഇത് രണ്ടും ചേർന്ന് 60 ക്വസ്റ്റ്യൻ ഉണ്ട്. 180 മാർക്കാണ്. 1 മണിക്കൂറിൽ തീർക്കണം. ഓക്കെ, ഇനി ഇതിൽ തന്നെ സെക്ഷൻ 2ൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ജനറൽ അവയർനെസ് ഉണ്ട്. ടോട്ടൽ 45, 25, 70 ക്വസ്റ്റ്യൻ ഉണ്ട്. 1 മണിക്കൂറിൽ തീർക്കണം. ഓക്കെ, സോ ആദ്യത്തെ സെക്ഷൻ 1 മണിക്കൂർ കൊണ്ട് തീർക്കണം. രണ്ടാമത്തെ സെക്ഷനും നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട് തീർക്കണം. സെക്ഷൻ 3ൽ കമ്പ്യൂട്ടർ നോളജാണ്. 20 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് 15 മിനിറ്റ് കൊണ്ട് തീർക്കണം. സോ ടോട്ടൽ 2 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് ഉള്ള ഒരൊറ്റ പേപ്പർ. ഒരു പേപ്പറാണ്. ആ പേപ്പറിൽ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സെക്ഷൻ 1 മണിക്കൂർ കൊണ്ട് തീർക്കണം. രണ്ടാമത്തെ സെക്ഷൻ 1 മണിക്കൂർ കൊണ്ട് തീർക്കണം. മൂന്നാമത്തെ സെക്ഷൻ 15 മിനിറ്റ് കൊണ്ട് തീർക്കണം. ഇത് കഴിഞ്ഞിട്ട് ഒരു ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ഉണ്ട്, ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. അതും ടൈപ്പിംഗ് ടെസ്റ്റ് ജസ്റ്റ് ക്വാളിഫയിങ് ആണ്. അതിൻ്റെ മുകളിലുള്ള കമ്പ്യൂട്ടർ നോളജിൻ്റെ ടെസ്റ്റും എന്താണ്, ക്വാളിഫയിങ് ആണ്. ഓക്കെ, സോ അത് രണ്ടും ക്വാളിഫയിങ് ആണ്. ബാക്കിയുള്ളതിൻ്റെ മാർക്ക്, അതായത് 60 × 3, സെക്ഷൻ 1ൻ്റെ മാർക്ക് 180 പ്ലസ് സെക്ഷൻ 2ൻ്റെ മാർക്ക് 210, ടോട്ടൽ 390ലാണ് നിങ്ങളുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ CGL എക്സാമിനേഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. 390ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? Tier 1 ക്വാളിഫയിങ് ആണ്, ഞാൻ പറഞ്ഞു. Tier 2ലും കമ്പ്യൂട്ടർ നോളജും ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റും ക്വാളിഫയിങ് ആണ്. ബാക്കിയുള്ള 390 മാർക്കിലാണ് നിങ്ങളെ റാങ്കും നിങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്നുള്ളതും തീരുമാനിക്കപ്പെടുന്നത്. നൗ, പണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഇപ്പം നോ ഇൻ്റർവ്യൂ. ഒരു തരത്തിലുള്ള പണ്ട് മറ്റേ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഇപ്പോൾ ഇല്ല. ഇംഗ്ലീഷിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതും ഇപ്പോൾ ഇല്ല. ഒരു തരത്തിലുള്ള ഇൻ്റർവ്യൂ ഇല്ല. അപ്പം ജസ്റ്റ് Tier 2ൻ്റെ മാർക്ക് മാത്രമാണ് നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത്. നൗ നെക്സ്റ്റ് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നോർമലി സിവിൽ സർവീസ് എക്സാമിന് വരെ 4 മുതൽ 5% വരെ മലയാളികൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. പക്ഷേ SSC എക്സാമിനേഷന് 1% താഴെ. കഴിഞ്ഞ വർഷം 72 or 75 മലയാളികൾ കേരളത്തിൽ നിന്ന് അറ്റൻഡ് ചെയ്ത 90ഓളം പേര് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ മലയാളികളായിട്ട് ക്ലിയർ ചെയ്തിട്ടുള്ളത് 75ഓളം ആൾക്കാർ മാത്രമാണ്. വെറും 9.9% ആൾക്കാർ മാത്രമേ കേരളത്തിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നുള്ളൂ. സോ എന്തുകൊണ്ടാണ് ക്ലിയർ ചെയ്യുന്നുള്ള ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയുന്നത്, തൊട്ട് മുന്നേ എൻ്റെ ഓഫീസിൽ ഒരു ഇൻസ്പെക്ടർ ജോയിൻ ചെയ്തു. അവർ 7ാമത്തെ അറ്റംപ്റ്റിലാണ് ഇത് ക്ലിയർ ചെയ്തത്. സോ ഇത്രയും അറ്റംപ്റ്റ് വരെ പോകുന്ന മലയാളികൾ വളരെ കുറവാണ്. നമ്മൾ ഈ അടുത്ത് പേപ്പർ വായിച്ചിട്ടുണ്ട്. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്ന സമയത്ത് നമുക്കറിയാം പലർക്കും കിട്ടിയത് 5ാമത്തെ 6ാമത്തെ അറ്റംപ്റ്റിലാണ്. SSCക്ക് പക്ഷേ അത്ര അറ്റംപ്റ്റ് ഉണ്ടാവാറില്ല, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ. പക്ഷേ നോർത്ത് ഇന്ത്യൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അവർക്ക് ഡു ഓർ ഡൈ ഗെയിമാണ്. ഐദർ ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണം, ഇല്ലെങ്കിൽ വേറെ കൃഷി അല്ലെങ്കിൽ മറ്റ് ജോലികൾക്ക് പോകണം. നമുക്കങ്ങനെയല്ല. വൈറ്റ് കോളർ ജോബുകൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്, പ്രൈവറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് സ്ട്രാറ്റജിയാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ എല്ലാവരും പറയും നമ്മളൊരു വിന്നറിൻ്റെ സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. ഡെഫിനറ്റ്ലി ഒരു വിന്നറിൻ്റെ സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. പക്ഷേ ആ വിന്നർ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ, നിങ്ങളെപ്പോലൊരു സിറ്റുവേഷനിൽ നിന്ന് കടന്നു വന്ന ഒരു വിന്നറായിരിക്കണം. നിങ്ങൾ ഇംഗ്ലീഷിൽ വീക്കാണ്. നിങ്ങൾ ഇംഗ്ലീഷിൽ വീക്കാണെങ്കിൽ ഇംഗ്ലീഷിൽ വീക്കായിട്ട് ജയിച്ചൊരു വിന്നറെ കണ്ടെത്തണം. ആ വിന്നറിൻ്റെ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾ QAയിൽ വീക്കാണ്, അങ്ങനെയാണെങ്കിൽ QAയിൽ വീക്കായതിനു ശേഷം വിജയിച്ചൊരു വിന്നറിൻ്റെ സ്ട്രാറ്റജിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ QA സ്ട്രോങ് ആയും ഇംഗ്ലീഷും സ്ട്രോങ് ആയ ഒരു വിന്നറിൻ്റെ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്തിട്ടൊരു കാര്യമില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പല കാര്യങ്ങളാണ്. മുമ്പാണെങ്കിൽ 2 വർഷം മുമ്പുള്ള സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് QA അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്ട്രോങ് ആയാൽ മതിയായിരുന്നു. കാരണം 200 മാർക്കിൻ്റെ QAയും 200 മാർക്കിൻ്റെ ഇംഗ്ലീഷും മാത്രമായിരുന്നു Tier 2. ഇന്ന് അതല്ല. ഇന്ന് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷാണ് ഡിസൈഡ് ചെയ്യുന്നത്. 45 ക്വസ്റ്റ്യൻ × 3 135 മാർക്ക് നിങ്ങൾക്ക് Tier 2ൽ ഇംഗ്ലീഷാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾ കൃത്യമായ സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. അതിന് ഡെയിലി നിങ്ങളൊരു ഏതെങ്കിലും ഒരു ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മാർക്ക് എത്രയാണ് നോക്കുക. മാർക്ക് എത്ര നോക്കിയതിനു ശേഷം കൃത്യമായ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക. അത് ചിലർക്ക് 4 മണിക്കൂർ ഒരു ദിവസം വേണ്ടി വരും, ചിലർക്ക് 1 മണിക്കൂർ മതിയാവും. സോ ഈ കൃത്യമായ സ്ട്രാറ്റജി കൊണ്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊരു മിനിമം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാൻ പറ്റും. ഓക്കെ, ഇവിടെ QA ഉണ്ട്, റീസണിങ് ഉണ്ട്, GK ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട എന്നുള്ളതാണ്. സോ എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട, അതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞേണ്ടത്. എന്ത് പഠിക്കേണ്ട. അപ്പോൾ വാരി വലിച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഒരുപാട് നമ്പർ ഓഫ് ട്യൂട്ടോറിയൽസും നമ്പർ ഓഫ് മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അതിൽ നിന്ന് എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതാണ് ഏറ്റവും ആദ്യത്തത്. രണ്ടാമത്തത് നിങ്ങളെ വീക്ക് പോയിൻ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. ചിലത് ഇംഗ്ലീഷിലായിരിക്കും, ചിലത് QA ആയിരിക്കും. അപ്പോൾ ഈ വീക്ക് പോയിൻ്റ് സെലക്ട് ചെയ്യുന്ന ഒരാളെ വീക്ക് പോയിൻ്റ് അല്ലെങ്കിൽ വീക്ക് ഏരിയ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇത് 6 മാസം കൊണ്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും 6 മാസം കൊണ്ട് കിട്ടില്ല. ചില ആൾക്കാരുണ്ടാവും അവർ എക്സെപ്ഷനലി
ബ്രില്യൻ്റ് ആയിരിക്കും. അത് അത്തരം ആൾക്കാരെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അവർ ചെറുപ്പം തൊട്ടേ പഠിച്ചു വന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. അവരെ അനാലിറ്റിക്കൽ സ്കില്ല് സൂപ്പറായിരിക്കും, അവരെ ക്വാണ്ടിറ്റേറ്റീവ് സ്കില്ല് സൂപ്പറായിരിക്കും, അവരെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സെപ്ഷനലി ഗുഡായിരിക്കും. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം 4-5 മാസത്തെ പ്രിപ്പറേഷനിൽ ഈ ഒരു എക്സാം പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ തന്നെ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാർ ഒരു 4-5% മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു 95% ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോപ്പർ മെൻറ്റർഷിപ്പ് വേണം. ആ പ്രോപ്പർ മെൻറ്റർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം 2 വർഷം, ചിലർക്ക് അത് 3 വർഷം എടുക്കും. കാരണം അവരൊരു ലെവൽ അനുസരിച്ചാണ്. നിങ്ങൾക്ക് QA വളരെ വീക്കാണ്, നിങ്ങൾ ഇംഗ്ലീഷും വളരെ വീക്കാണ്. ഇത് രണ്ടും വീക്കാണെങ്കിൽ നിങ്ങൾ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. നിങ്ങളൊരു മിനിമം ഒരു 2 to 3 years ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം നിങ്ങൾ ഇംഗ്ലീഷ് 0 എന്ന് ഉണ്ടാക്കി കൊണ്ടുവരണം, നിങ്ങൾ QA ഉണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കി കൊണ്ടുവരുന്ന സമയത്ത് ടൈം എടുക്കും, ഡെഫിനറ്റ്ലി ടൈം എടുക്കും. നേരെ മറിച്ച് QA നല്ല സ്ട്രോങ് ആണ്, ഇംഗ്ലീഷേ വീക്കുള്ളൂ എങ്കിൽ നമുക്ക് അതിൻ്റെ മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് മതി. ഇംഗ്ലീഷ് സ്ട്രോങ് ആണ്, QA വീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് സമയം കുറയും, നിങ്ങൾക്ക് അതിനനുസരിച്ച് സമയം കൂടും. പക്ഷേ കൃത്യമായ സ്ട്രാറ്റജി, ഞാൻ വീണ്ടും പറയുന്നു, സ്ട്രാറ്റജി ഇല്ലാതെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. സ്ട്രാറ്റജിക്ക് നിങ്ങൾക്ക് വേണ്ടത് പ്രോപ്പർ മെൻറ്റർഷിപ്പാണ്. കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയ ഒരാളുടെ പ്രോപ്പർ ഏതെങ്കിലും വാരി വലിച്ച് കൃത്യമായൊരു ഇതില്ലാതെ പഠിച്ചിട്ട് കാര്യമില്ല. പണ്ട് നമ്മൾ QAക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു, ഇന്നും ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻസ് വേണം എന്നല്ല. പക്ഷേ QAനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് എന്തിനാണ്? ഇംഗ്ലീഷാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേ ഉള്ളൂ. നമ്മൾ 1-2 വർഷം കൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്, ഇത് കിട്ടിയില്ല. പക്ഷേ നമ്മൾ 1-2 വർഷം ശരിക്കും ഇൻവെസ്റ്റ് ചെയ്താണ്. നമുക്ക് ഒരു 130-140 മാർക്കിൽ നമുക്ക് Tier 1 എത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ശരിക്കും നെക്സ്റ്റ് ഇയറിൽ അവർ 150 കടക്കും, അല്ലെങ്കിൽ ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യും. പക്ഷേ അത് നമ്മൾ മെനക്കെടില്ല. നമ്മൾ ആ 140 അയ്യോ ഇത്ര എത്തി, എനിക്ക് വയ്യില്ല, ഇനി വേറെ ഏതെങ്കിലും പണിക്ക് പോട്ടെ എന്ന് വിചാരിച്ച് വേറെ ഏതെങ്കിലും പണിക്ക് പോകും. പക്ഷേ നോർത്ത് ഇന്ത്യൻസ് അതല്ല, അവർക്ക് ഇത് കിട്ടിയേ അടങ്ങും എന്നുള്ള ധാരണയിൽ 33-ാമത്തെ വയസ്സ് വരെ കയറിയ ആൾക്കാരെ എനിക്കറിയാം. അവർ അത്രയും വർഷം ഇതിന് പ്രിപ്പയർ ചെയ്താണ്. സോ 33-ാം വർഷം നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു 50 വർഷം അല്ലെങ്കിൽ 45-50 വർഷം നിങ്ങളുടെ ജീവിതം സുഖമാണ്. ഇല്ലെങ്കിലോ നിങ്ങൾ വേറെ ഏതെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞാൽ 30-40-50 വർഷം വീണ്ടും കഷ്ടപ്പെടണം. അതിന് പകരം നിങ്ങൾ 2 വർഷം പ്രിപ്പയർ ചെയ്താൽ 1 വർഷം കൂടി എക്സ്ട്രാ പ്രിപ്പയർ ചെയ്യുക, കിട്ടും. അതെന്തായാലും കിട്ടും. അത് പ്രോപ്പർ സ്ട്രാറ്റജി ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ എത്രത്തോളം വീക്കാണ്. കാരണം SSC എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ പാറ്റേണിനെ മാത്രം ബേസ് ചെയ്തുള്ള എക്സാമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആദ്യത്തെ വർഷം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 90 ആണെങ്കിൽ 2ാമത്തെ വർഷം അത് 120 ആവും, 3ാമത്തെ വർഷം 140 ആവും, 4ാമത്തെ വർഷം നിങ്ങൾ ക്ലിയർ ചെയ്യും. നിങ്ങൾ എത്ര വീക്കാണെങ്കിലും ഉണ്ടാവും. നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യും. അങ്ങനെ തന്നെ ക്ലിയർ ചെയ്ത് എത്രയോ പേരുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നിങ്ങളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഡെഫിനറ്റ്ലി ഇനി വരുന്നൊരു കേന്ദ്ര സർക്കാർ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നല്ല സാലറിയിൽ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു പോസ്റ്റ് കിട്ടുന്നതാണ്. ഇത് യാതൊരുവിധ പ്രഷറോ ഒന്നും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. സുന്ദരമായിട്ട് സാറ്റർഡേ സൺഡേ ഓഫാണ്, മനസമാധാനത്തോടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. SSLC സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് എഴുതാനുള്ളൂ. അത്രയും ഒരു ടോപ്പ് ലെവൽ വരെ എത്താൻ പറ്റുന്ന, പ്രൊമോഷൻ സ്കോപ്പിൽ ടോപ്പ് ലെവൽ വരെ എത്താൻ പറ്റുന്ന ഒരു പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് കിട്ടും. ഈ വരുന്ന എക്സാമിനേഷൻ വരുന്നത് സെപ്റ്റംബറിലാണ്, ജൂണിലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക. CHSLൻ്റെ നോട്ടിഫിക്കേഷൻ ലൈവാണ്, അത് നിങ്ങൾക്ക് ഇപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റും. ഹയർ സെക്കൻഡറി യോഗ്യത മാത്രം മതി. അതിൻ്റെ എക്സാമിനേഷൻ ജൂണിലാണ് വരുന്നത്. സോ CHSLും CGLും കൃത്യമായിട്ട് എല്ലാ മലയാളികളും എഴുതുക. എല്ലാ മലയാളികളും എഴുതിയിട്ട് മലയാളികൾ ഒരു 10% മുകളിൽ എന്തായാലും എത്തട്ടെ. നമ്മളിതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള ഡിസിഷൻ എന്തായാലും എടുക്കുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്ത് ഡൗട്ടാണെങ്കിലും, സ്ട്രാറ്റജിയോ വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. താഴെ പറഞ്ഞ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്.